അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ അതായത് സുഫിയാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്ക് DP ഒന്നുമില്ല, ആ പയ്യൻ ഇങ്ങനെ ഡെയിലി വന്നിട്ട് ചേട്ടാ എനിക്കൊരു ക്രിക്കറ്റ് ഗ്ലൗ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് ഇടും. സുഫിയാൻ കീപ്പർ ഗ്ലൗ ചോദിച്ചു, കീപ്പർ ഗ്ലൗ. ഹാപ്പിയാ ആരും ഒരു ലഹരിക്ക് അടിമാനാവലും ക്രിക്കറ്റ് തന്നെ ആയിരിക്കണം ലഹരി. ഓക്കെ, പിള്ളേരുടെ ചെറിയ സ്നേഹ സമ്മാനം. ഓക്കെ, ബൈ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് അത്യാവശ്യം സുഖത്തിന് കുറച്ച് കുറവുണ്ട്, കാരണം പനിയായിരുന്നു ഗൈസ് എല്ലാവർക്കും. അതുകൊണ്ട് മൂക്ക് വെച്ച് സംസാരിക്കണം. മേഘയ്ക്കായിരുന്നു ആദ്യം പനി കിട്ടിയത്, മേഘരയും തൂലുമയ്ക്ക് കിട്ടി, പിന്നെ എനിക്ക് കിട്ടി. എനിക്കൊന്ന് കുറഞ്ഞു വന്നിട്ട് വീണ്ടും കൂടി. ഇന്നലെ തൂലുമയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഇച്ചിരി കുറവുണ്ടായിരുന്നു, അങ്ങനെ വീട്ടിൽ ഇപ്പോൾ കൊണ്ടുവന്നു. ഇവിടെ ഇച്ചിരി രോഗം ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നതാണ്, കാരണം ഉറങ്ങി ചത്തിരിക്കും പോലെ ഇരിക്കും കണ്ണൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മറയ്ക്കാൻ വേണ്ടി കണ്ണാടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ, അതായത് ഇപ്പോൾ ഷോർട്സിലായിരുന്നാലും ലോങ് വീഡിയോയുടെ താഴെ ആയിരുന്നാലും സുഫിയാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്ക് DP ഒന്നുമില്ല, ആ പയ്യൻ ഇങ്ങനെ ഡെയിലി വന്നിട്ട് ചേട്ടാ എനിക്കൊരു ക്രിക്കറ്റ് ഗ്ലൗ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് ഇടും. സ്ഥിരം അതിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ DM വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ DM വന്നപ്പോൾ ഒരു +1 പഠിക്കുന്ന ഒരു പയ്യൻ, ഞാൻ നമ്പർ മേടിച്ച് വിളിച്ചു, എവിടെയുള്ള ഇടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ട്രിവാൻഡ്രത്ത് കല്ലമ്പലത്തുള്ളൊരു പയ്യനാണ്. അപ്പോൾ ചേട്ടാ ക്രിക്കറ്റ് ഗ്ലൗ മേടിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും ഒരു ബാറ്റൊക്കെ മേടിച്ചു തരുമെന്ന്, ഈ ക്രിക്കറ്റ് ഗ്ലൗ എന്തിന് ചേട്ടാ? ഇവിടെ ക്രിക്കറ്റ് ഗ്ലൗ ഞാൻ എന്താ അത് ക്രിക്കറ്റ് ഗ്ലൗ വേണമെന്ന് പറഞ്ഞാൽ, അത് ചേട്ടാ ഇവിടെ ക്രിക്കറ്റ് ഗ്ലൗ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു പഴയ ബാറ്റും കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഇപ്പം ഞാൻ കളിക്കുന്ന ബാറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നിൻ്റെ ലൊക്കേഷൻ അയക്കുക. അത് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോഴാണ് അറിഞ്ഞ +1 പഠിക്കുന്ന പയ്യനാണെന്നുള്ളത്. വരാൻ പറ്റില്ല ചേട്ടാ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നീ ലൊക്കേഷൻ അയക്കുക, എന്തായാലും ജെന്യൂൻ ആണോ ഇല്ലെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഓക്കെ, അവനൊരു +1 പഠിക്കുന്ന പയ്യൻ, കല്ലമ്പലത്തുള്ള പയ്യൻ ലൊക്കേഷൻ അയച്ചു തന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലോട്ട്. അവൻ ഗ്ലൗ ചോദിച്ചല്ലേ, അപ്പോൾ അവൻ്റെ അവിടെ ഏകദേശം ഒരു 10-20 പയ്യന്മാർ ഇവൻ്റെ അതേ പ്രായമുള്ള പിള്ളേരുണ്ട്, അതിൽ കൊച്ചു പിള്ളേരല്ലേ. ഞാൻ വിചാരിച്ചു ബാറ്റും ഒരു 2 കേസ് ബോളും കീപ്പർ ഗ്ലൗവിൻ്റെ ഇഷ്ടംപോലെ ഒരു കീപ്പർ ഗ്ലൗ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവന് നേരെ അവിടെ പോയി അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പറ്റുമല്ലോ പോലെ കളിക്കാനും ഇതൊക്കെ ക്രിക്കറ്റിനോട് താല്പര്യമൊക്കെ ഉള്ള ചെറുപ്പക്കാരനാണ്, വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ. എന്റെ കളി കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഞാനും പഠിക്കും, എന്നെ നോക്കട്ടെ. എനിക്ക് അത് ക്രിക്കറ്റ് നമുക്ക് ജനിക്കുമ്പോ കിട്ടുന്ന ഒരു സംഭവം അല്ല. അതല്ലേ പറഞ്ഞ പഠിക്കുമെന്ന്. പഠിച്ചാ നമുക്ക് അതായത് വെറുതെ അല്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് പഠിക്കും. താല്പര്യമില്ല കൊലസയാണെന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിള്ളേർ വേറെ ലഹരിക്കും വേറെ പരിപാടിക്കൊന്നും പോകില്ല. ക്രിക്കറ്റ് ബാറ്റല്ലേ, അപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മമാർക്ക് 2 ബാറ്റും ഇതൊക്കെ മേടിച്ചു കൊടുത്ത് പിള്ളേർ കളിക്കട്ടെ. എൻ്റെ ഉള്ളതുപോലെ ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരല്ല ലെതർ ബോളിൻ്റെ ബാറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിപ്പം മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം എൻ്റെ ഇല്ല. പക്ഷേ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട, ഇങ്ങനെ ചോദിച്ചവർക്കൊക്കെ ഞാൻ എന്തായാലും തരും. ഞാൻ പറഞ്ഞ ഒരു വാക്കിന് വില കൽപ്പിക്കുന്ന ഒരാളാണ്. എനിക്ക് അത്യാവശ്യം ഇപ്പം ഞാൻ ലെതർ ബോൾ കളിക്കുന്നത് കൊണ്ട് തന്നെ 2-3 ബ്രാൻഡ്സ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ബാറ്റിൻ്റെ. അപ്പോൾ അവരുടെ ആ ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കിട്ടുന്ന ബാറ്റ് ലെതർ ബോളോ ടെന്നീസ് ബോളോ ഏത് കിട്ടിയാലും, ഇപ്പോൾ ലെതർ ബോൾ ആണെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട പ്ലേയേഴ്സ് ഉണ്ടാവും, അതായത് ടാലൻ്റ് ഉള്ള, എന്നാൽ ബാറ്റ് ചിലപ്പോൾ മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ എന്തായാലും തരും. കാരണം എനിക്ക് ഇനി ഒരു കിറ്റിൻ്റെ ആവശ്യമില്ല, എൻ്റെ ആവശ്യത്തിൽ ഏറെ കിറ്റുണ്ട്. കാരണം ഒരു കിറ്റ് ഞാൻ എൻ്റെ ടീമിന് കൊടുത്തു, അവർക്ക് അതിനുള്ള ബാറ്റുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി എനിക്കൊരു കിറ്റ് സാധനം വേണ്ട. പക്ഷേ എനിക്ക് പ്രൊമോഷന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് തന്നിരിക്കും. ഇത് ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ അവിടെ എഴുതിയിട്ടോ, ഞാൻ തന്നിരിക്കും. എനിക്ക് ബാറ്റുണ്ട്. എനിക്ക് അമിതമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ അത് ആവശ്യക്കാർക്കോ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇനി എനിക്കൊരു ബാറ്റിൻ്റെ 2-3 ബ്രാൻഡ്സ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തരാണെന്നുണ്ടെങ്കിൽ, പ്രൊമോഷൻ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. അത് അർഹതപ്പെട്ട, ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിന് ചിലപ്പോൾ അത് വാങ്ങാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്ത് തന്നാൽ മതി, ഞാൻ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞു, അർഹതപ്പെട്ടവർക്ക് തന്നെ അത് എത്തണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ചിലപ്പോൾ നാളെ ഞാൻ ടെന്നീസ് ബോളിൻ്റെ ബാറ്റിൻ്റെ ഗീവ് അവേ എല്ലാം കൊടുത്താലും ബാറ്റുള്ള ഒരാൾക്കായിരിക്കും അത് കിട്ടുന്നത്. എങ്കിൽ പോലും നിങ്ങളിലുള്ള പഴയൊരു ബാറ്റ് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുക. മാക്സിമം കളിക്കട്ടെ എല്ലാവരും. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ തന്നിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വരുമാനം നല്ലപോലെ കൂടുകയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ആർക്കെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാം. ഇപ്പോഴത്തുള്ള സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ സ്പോൺസർ ചെയ്യാൻ മാത്രമുള്ള ക്യാഷ് എൻ്റെ ഇല്ല. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ കല്ലമ്പലത്തോട്. ഇപ്പോൾ ഞാനും ബിജോയും ഉണ്ട്, ആകാശമുണ്ട്. ആകാശ് ഡ്രൈവ്
ചെറുക്കന്മാർ ഞാൻ ഇന്നലോട്ട് വിളിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ തൂലുമയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലായ നമ്മൾ പോകാൻ നേരത്ത് ഇവിടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങിയപ്പോഴേക്കാണ് വിളിച്ച് പറഞ്ഞത് കൊച്ചിനൊട്ടും. അപ്പോൾ ഞാൻ ആ പയ്യനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ നാളെ കൊണ്ട് തരാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമുക്കൊക്കെ ഈ സാധനങ്ങൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുതരാന്ന് പറയുമ്പോൾ നമുക്കൊരു എപ്പോഴും ചേട്ടാ അതെ എവിടെ എത്തി ചേട്ടാ, എങ്ങനെ എത്തി, രാവിലെ വിളിക്കണവേ ചേട്ടാ അതെ ചേട്ടാ ഇന്ന് വരുമല്ലോ അല്ലേ. ഞാൻ പറഞ്ഞടാ വരുവാടാ, ഞാൻ ഒരു 12:30 ആകുമ്പോൾ ഇറങ്ങി. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ പറഞ്ഞടാ വരും, ഞാൻ വരും, നീ സെറ്റാക്കി ഇന്ന് അവിടെ ഗ്രൗണ്ട് ഉണ്ടാ പിള്ളേരോടെ കളിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ചേട്ടാ അവിടെ വെള്ളം നനഞ്ഞിരിക്കുകയാണ്, ചാല് വെട്ടി വിട്ടിട്ടുണ്ട്, എനിക്ക് ടർഫുണ്ട് അടുത്ത്. ടർഫ് തൊട്ടടുത്തില്ല കേട്ടോ, കുറച്ച് ദൂരം ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവന് ഗ്ലൗ കിട്ടുമെന്നുള്ളത് മാത്രമേ അവന് അറിയാവൂ കേട്ടോ. എന്തായാലും പിള്ളേരൊന്ന് ഹാപ്പി ആക്കാം. ഏയ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പം ഇവൻ്റെ അവിടെ എത്തി. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ അമ്മാമ്മേരെ അവിടെ ഞാൻ കളിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയം, അതായത് 2007 കാലഘട്ടമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. കാരണം ഇതുപോലുള്ളൊരു വഴിയും പിന്നെ ഇതുപോലെ വയൽ, നമ്മളിതുപോലൊക്കെ ചാടി അപ്പുറത്തൊക്കെ പോയാണ് കളിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ. എനിക്കത് ഭയങ്കരമായിട്ട് നൊസ്റ്റോടി ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ. അവന്മാർ അപ്പുറ സൈഡാണ്, ഈ ലൊക്കേഷൻ വെച്ച സ്ഥലത്തല്ല അവരുടെ വീട്, അപ്പുറത്താണ്. അപ്പോൾ എനിക്ക് ഒരു പയ്യനെ കണ്ടു. അവൻ ഇപ്പോൾ എല്ലാവരും വിളിച്ചുകൊണ്ട് വരാൻ നോക്കുന്നു. കാർ അങ്ങോട്ട് പോകത്തില്ല, അതുകൊണ്ട് ഇനി പിള്ളേർ സൈക്കിളൊക്കെ ഭയങ്കര നൊസ്റ്റോടിയെന്ന് കേസ്. വിജയ്ക്ക് ഉണ്ടാടെ നാട്ട് ഇങ്ങനെയല്ലല്ലേ, ഇങ്ങനത്തെ നൊസ്റ്റൊന്നും ഇല്ല നമുക്ക് തന്നെ. ഞാൻ മെയിൻ റോഡിൽ, എൻ്റെ വീടിന്റെ ഫ്രണ്ടില് മെയിൻ റോഡാണ്. ഈ റബ്ബർ വിളയൊക്കെ ഓടി കളിച്ചോണ്ടുന്ന സമയം ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ കണ്ട സൈക്കിളിന്റെ എൻ്റെ ബാക്കിൽ ഇതുണ്ടായിരുന്നേ, ഞാൻ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് മേടിച്ച് വെച്ച് ഇതിനെ പോവായിരുന്നു. ഇപ്പോഴത്തെ ഇവിടെയുള്ള പിള്ളേർക്ക് ഭയങ്കര ആ ഒരു നമ്മൾ പറഞ്ഞ സംഭവം കിട്ടും. നമ്മളെ ഹംസ എത്തി. എന്തായി വേറെ വഴിയുണ്ടോ? 2 കിലോമീറ്റർ ഉണ്ടാവും ലൊക്കേഷൻ അയച്ചു തന്നു. പിന്നെ അപ്പൊ നീ വാ വണ്ടി കയറ്. ഈ സുഫിയാൻ ഈ പയ്യനാണ് കേട്ടോ, സ്ഥിരം കമന്റ് ചെയ്യണം എല്ലാത്തിലും. നീ എന്താ കീപ്പർ ഗ്ലൗ, സാധാരണ ബാറ്റൊക്കെ ആണല്ലോ ആൾക്കാർ ഉപയോഗിക്കണ. കീപ്പറാണ്, അതുകൊണ്ടാണ് കേട്ടോ കീപ്പർ. എന്തായാലും അതിന്റെ ടീംസിനെ ഫുൾ എനിക്ക് കാണണം. വാ നിങ്ങൾ എത്ര പഠിക്കണം? നീ ക്രിക്കറ്റ് കളിക്കും? എല്ലാരും ഇവിടെ ക്രിക്കറ്റ് എല്ലാരും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത്? സുഫിയാൻ കീപ്പർ ഗ്ലൗ ചോദിച്ചു. കീപ്പർ ഗ്ലൗ മഞ്ഞേറും. നീ മാത്രമല്ലേ ഹാപ്പി ആവുള്ളൂ, പിള്ളേർ എങ്ങനെ ഹാപ്പി ആവും? നിനക്ക് മാത്രമല്ലേ കീപ്പർ ഗ്ലൗ കിട്ടിയുള്ളൂ. കളിക്കാൻ ബാറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? കടയിൽ നിന്ന് മേടിച്ചതാ? അവനാണ് ബാറ്റ് ഉള്ളതല്ലേ? സന്തോഷമായി? എന്നാലും പോരല്ലടാ, ഒരു ബാറ്റ് വെച്ച് എല്ലാവരും കളിക്കൂ. ഇനി എത്ര പേരുണ്ട് ഇനി ഇവിടെ കളിക്കാൻ? ഇതാണ് ഫൈബർ ബാറ്റ്. ഇതിന് ചുമ്മാ അടി കൊണ്ടാ തെറിക്കുമല്ലോ ബോള് ഇല്ലേ? നല്ല ലോങ് പോലെ സാധനം, നല്ല ലോങ് പോയി സാധനം. ഫൈബർ ടൂർണമെന്റ്സിലൊക്കെ ബാനാണ്. ആരും ഒരു ലഹരിക്ക് അടിമാണാവലും ക്രിക്കറ്റ് തന്നെ ആയിരിക്കണം ലഹരി. ഓക്കെ കേട്ടാ, കളിക്കണം, അടിപൊളിയായിട്ട് കളിക്കണേ. ഇന്നലെ നീ വരാൻ പറ്റത്ത് ഇച്ചിരി വയ്യായിരുന്നടാ, അതാണ് ഞാൻ വരാത്ത. ഓക്കെ ഹൈ ബ്രോ. അപ്പൊ എല്ലാരും കൂടി കളിക്കുക. ഓഹോ താങ്ക് യു. അത് പ്രതീക്ഷിച്ചില്ല. പിള്ളേരുടെ ചെറിയ സ്നേഹ സമ്മാനം. താങ്ക് യു. അപ്പൊ എല്ലാവരും നല്ലപോലെ കളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫുൾ വെള്ളമല്ലേ ഇവിടെ? എവിടെ കളിക്കാം? വാ കളിക്കാം, പിന്നെ കളിക്കാം. എല്ലാവരും പോയി ഒന്ന് കളിക്കട്ടെ. ഒരു വൈബുള്ള സ്ഥലം, ആൽമരം, അമ്പലം, അവിടെ നിന്ന് പിള്ളേരോടെ കളിക്കുന്നു. ഞാൻ സത്യം പറയും ഇതൊരു എൻ്റെ ഒരു 2007-2008 കാലം. എൻ്റെ അമ്മാമ്മേരെ വീട് മലയൻകീഴാണ്.
അപ്പോൾ അവിടെ ഇതുപോലെയാണ് ഈ സ്ഥലങ്ങളെല്ലാം ഏകദേശം ഭയങ്കര സിമിലറാണ്, ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാനും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വഴികളിലൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്ന ഓരോ വഴിയും എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ആ പഴയ ഒരു കാലഘട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ഞാൻ ഏകദേശം ഈ സുഫിയാൻ്റെയൊക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ ശരീരമൊക്കെ എൻ്റെ. ആ സമയത്തും ഇങ്ങനെ ക്രിക്കറ്റൊക്കെ ഉള്ള ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു. ആ സമയത്ത് നമുക്കൊരു ബാറ്റ് പോലും വാങ്ങാനുള്ള ഒരിതില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ പിള്ളേർ കളിക്കട്ടെ, ഒരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. നമ്മൾ ഇത്രയാണ് വഴികാട്ടി ടീമാണ് നമ്മൾ. ഫാസ്റ്റ് ബോളർ വന്നു. ഫാസ്റ്റ് ബോളർ എത്തി. അറിയാതോളാ ഓടേ തരം കിട്ടി പുള്ളിക്കിപ്പോ. അതല്ലേ ഈ പിള്ളേരുടെ കളിച്ച ഞാൻ ടോപ്പാണ്. പിള്ളേർ പറഞ്ഞാ എനിക്കറിയാമോ എന്നാ ഞാൻ പറഞ്ഞപ്പോ പയ്യന്മാര് പ്രാങ്കാണെന്നാണ് വിചാരിച്ചേ. ആടാ ഇല്ലടാ സംഭവം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ. ആ എന്തായാലും വരും നിങ്ങൾ കളിച്ചോ. ഹാപ്പി അല്ലേ? നിങ്ങൾ കളിക്കുക, എല്ലാവരും കളിക്കുക, അടിയൊന്നും ഉണ്ടാക്കാതെ. ഞാൻ റെഡി വെച്ചോ. ആടാ ആ ക്യാപ്പ് കൂടെ എടുത്തു. ഇവിടെ അമ്പയർ ഉണ്ടോ? ഇവിടെ അമ്പയർ ഉണ്ടോ? അമ്പയർ ഏതാണ്? ഇതാണ്. അവന്റെ കളിക്കാട്ടാ അപ്പൊ എല്ലാരും പോട്ടാ. നീ ലേറ്റാ നീ കളിക്കാട്ടോ അടിപൊളിയായിട്ട്. അപ്പൊ പോട്ടെ. തൂലിമയ്ക്ക് വന്ന ഗിഫ്റ്റിന് താങ്ക് യു. ഞാൻ ക്രെഡിറ്റ് ചെയ്തില്ല. വരാടാ വരാം, സമയമുള്ളത് പോലെ. വാ എല്ലാരും കൂടി ഒരു ദിവസം വീട്ടിലോട്ട് വാ. എനിക്കെന്തിനു? ഞാൻ ബൈ. ഈ വീഡിയോ അവസാനം തിരക്കെന്ന് പറഞ്ഞു പോലെ. നിങ്ങൾ ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ നിന്റെ ഒരു കമന്റ് താഴെ ഒരുത്ത എന്തോ കമന്റ് ഇടുന്നത് നോക്കിയിരുന്നാ മതിയെന്ന് അവരുത്ത കമന്റ് ഇട്ടിട്ടുണ്ട്. നിന്റെ അവന്റെ അടുത്ത് പറ നോക്കിയിരുന്നിട്ടുണ്ടെന്ന് പറ. സാധനം കിട്ടിയല്ലോ. ഓക്കെ ശരി. ഓട്ടറാ വഴി കാട്ടി. ടാറ്റ ടാറ്റ ടാറ്റ. നല്ലപോലെ കളിക്കട്ടെ എല്ലാവരും. അടിയൊന്നും ഉണ്ടാക്കരുത് കേട്ടല്ല. ഓട്ടരാം ബ്രോ. ഓക്കെ ടാറ്റ 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 ടാറ്റ. ഓക്കെ ബൈ. അടുത്ത വരവിനെ കാണാം. ടാറ്റ ടാറ്റ. സത്യം പറഞ്ഞ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ പഴയ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക്. പിന്നെ പിള്ളേരുടെ ആ ഒരു സന്തോഷം കണ്ടപ്പം മനസ്സിനൊരു വല്ലാത്തൊരു എന്തോ ഒരു സന്തോഷമുണ്ടല്ലോ. പാവം പിള്ളേർ കേട്ടാ. ഫസ്റ്റ് ടൈം കേട്ടാ അവർ യൂട്യൂബർ പറയുന്നതൊക്കെ കേട്ടാ. എനിക്ക് അതൊക്കെ ഒരു ഇതുപോലെ എന്തായാലും അർഹതപ്പെട്ട പിള്ളേർക്ക് തന്നെ എനിക്കിത് മേടിച്ചു കൊടുക്കാൻ പറ്റി. ഞാൻ ആദ്യമൊക്കെ ഞാൻ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫേക്ക് അക്കൗണ്ട് വല്ലതും ആയിരിക്കും, ആരെങ്കിലും ചുമ്മാ ചൊറിയാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിറങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഇടയിൽ ഒരു താഴെ വന്നിട്ട് ഒരുത്തൻ നോക്കിയിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കമൻറ്റ് കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇല്ലാത്തൊരു സാധനം ഞാൻ ഉണ്ടാക്കി ഒരിക്കലും മേടിച്ചു കൊടുക്കത്തില്ല ആർക്കും. എൻ്റെ ഉള്ളപ്പോൾ ഞാനത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിപ്പോഴും ചെയ്യും. കാരണം എനിക്ക് ഇന്ന് പിള്ളേർക്ക് ഒരു ഗ്ലൗ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. അവർക്കൊരു ഹാപ്പി ആയി കാണാം. അവർ ഈ ഒരു പ്രായത്തിൽ അവർക്ക് ആവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ്. വേറെ ഒന്നുമല്ലല്ലോ, ക്രിക്കറ്റ് ബാറ്റൊക്കെ അല്ലേ. കളിക്കട്ടെ പിള്ളേർ. എനിക്കണ്ട് ഈ സ്ഥലമൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. എൻ്റെ പഴയ അമ്മമ്മയുടെ വീട്, അതുപോലെ തന്നെ ആ റോഡ് സൈഡിൽ നിന്നുള്ള ക്രിക്കറ്റ് കളി, ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ എനിക്കെന്ന് പറഞ്ഞിട്ട് അവന്മാരൊരു ഗിഫ്റ്റ് തന്നിട്ടോ പിള്ളേർ. അതും പിന്നെ തൂലുമയ്ക്ക് അതവിടെ
തൂലുമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കേട്ടോ. ഇതൊന്നും ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പാവം പിള്ളേർ കേട്ടോ. തൂലുമ്മയ്ക്ക് എന്തായാലും ഇത് തൂലുമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. പിള്ളേർ തിരക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പോയി അവിടെ പോയി പറയട്ടെ, പിള്ളേരുടെ സന്തോഷം. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഇത് കൊണ്ട് തൂലുമ്മയ്ക്ക് കൊടുക്കണം. തൂലുമ്മയ്ക്ക് സുഫിയാനും കൂട്ടുകാരുടെയും ഗിഫ്റ്റ് ഇത് വാങ്ങിച്ചോ. ഇതാ പൊട്ടിച്ചേരാം. തൂലുമ്മയ്ക്ക് പനിയായിട്ട് കയ്യിലൊക്കെ ഭയങ്കര റാഷായിരുന്നു 2 ദിവസം. ഇപ്പൊ റെഡിയായി. തൂലുമ എടുത്തോ. ആ മഞ്ചുമുട്ടായി തൂലുമ്മയ്ക്കുന്ന എടുത്തോ. ഇതാ ഇത് സുഫിയാൻ ചേട്ടനും കൂട്ടുകാരന്മാരും തന്നു വിട്ടതാ തൂലുമ്മയ്ക്ക് വേണ്ടിയിട്ട്. അയ്യോ ഇതാ അവൾ അത്ര ഇത് എടുക്കാൻ വേണ്ടിട്ടാണ് ഓരോന്നും എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരുമിച്ച് വേണം അല്ലേ. ഇതാ ഹായ് തുലു. മറ്റേ ഒളിപ്പിച്ച് വെച്ചു. അപ്പം ആ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും എനിക്കും വയ്യ. എനിക്ക് തോന്നുന്നു കഫക്കെട്ട് ഇച്ചിരി കൂടിയെന്ന് തോന്നുന്നു. റെഡിയാവും 2-3 ദിവസത്തേക്കകത്ത്. എന്തായാലും ഇപ്പോൾ പനി സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും പനി. തൂലുമയും പനിയായിരുന്നു. തൂലുമയ്ക്ക് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. നല്ല മുഖത്തൊക്കെ ഭയങ്കര റാഷ് പോലെ റെഡ് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ. പിന്നെ അവിടെ ഞാൻ കാരണം കുറച്ച് പിള്ളേർ ഹാപ്പിയായി. അവിടെയൊക്കെ പോയപ്പോൾ എൻ്റെ ഒരു പഴയ കാലഘട്ടം എനിക്ക് ഓർമ്മ വന്നു. 2007-2008 കാലഘട്ടമൊക്കെ തിരിച്ചു കിട്ടാത്ത നല്ല ഒരുപാട് ഓർമ്മകൾ എൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു.